പോവുകയാണ്. അമേരിക്കൻ ക്യാമ്പസുകളിലെ ഇസ്രായേൽ അനുകൂല പ്രകടനങ്ങളിൽ പ്രതികരിച്ച് വൈറ്റ് ഹൌസ് സമരം പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പ്രതികരിച്ച് വൈറ്റ് ഹൌസ് സമരം ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട്. അതേസമയം കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് തെറ്റാണെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. സജിമോൻ ആന്റണി ചേരുന്ന വിവരങ്ങളുമായി. സജിമോൻ, ഈ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് തലവേദന സൃഷ്ടിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വൈറ്റ് ഹൌസിന് പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ് ജോ ബൈഡൻ പറയുന്നത്? തീർച്ചയായും ഇത് 2 ആഴ്ച മുമ്പ് അമേരിക്കയിൽ വളരെ പീസ്ഫുൾ ആയിട്ട് നടന്ന പ്രൊട്ടസ്റ്റുകൾ ഇന്ന് അതൊരു വയലൻസിന്റെ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2 ആഴ്ച മൗനം പാലിച്ച പ്രസിഡന്റ് ആദ്യമായിട്ട് ഇന്ന് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി. അദ്ദേഹം അമേരിക്കൻ സ്റ്റുഡൻസിനോട് പറഞ്ഞത് ഇതാണ്: ഇത് സ്ട്രൈക്ക് സമരം ചെയ്യാനുള്ള എല്ലാ മൗലിക അവകാശങ്ങളും ജനാധിപത്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഈ രാജ്യത്തിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട്. എന്നാൽ അതിനെ വയലൻസ് ആക്കാനോ ക്ലാസ്സിൽ ഡിസ്ട്രപ്റ്റ് ചെയ്യാനോ പൊതു സ്വത്ത് നശിപ്പിക്കാനോ കോളേജിന്റെ സ്വത്തുകൾ നശിപ്പിക്കാനുള്ള അവകാശം ആർക്കുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ശക്തമായി നേരിടും. എന്നാൽ ഈ വയലൻസും ഈ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഒന്നും അദ്ദേഹത്തിന്റെ ഇസ്രായേലിനോടുള്ള ഒരു സ്റ്റാൻഡിന് ഒരു കാരണവശാലും ഇൻഫ്ലുവൻസ് ചെയ്യുകയില്ല എന്നുള്ള ഒരു ദൃഢമായ സ്റ്റേറ്റ്മെന്റ് ആണ് വൈറ്റ് ഹൗസിൽ നിന്ന് വന്നിരിക്കുന്നത്. വ്യത്യാസം ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ 300-ലധികം ആൾക്കാർ ഇവിടെ സ്റ്റുഡൻസ് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അത് 2000-ലധികം സ്റ്റുഡൻസിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് എനിക്ക് ഇവിടുന്ന് പറയാനുള്ളത്. ആ 2000-ലധികം സ്റ്റുഡൻസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ലോകമാകമാനം അറിയപ്പെടുന്ന ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ എന്നുള്ള ഒരു പ്രത്യേകതയാണ് അതിനകത്തുള്ളത്. പ്രത്യേകിച്ചും കൊളംബിയ യൂണിവേഴ്സിറ്റി, ടെക്സസ് യൂണിവേഴ്സിറ്റി, ഹാർവർഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പോർട്ട്ലൻഡ് യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള UCLA യൂണിവേഴ്സിറ്റി, കാലിഫോർണിയ, അങ്ങനെയുള്ള പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് ഈ അറസ്റ്റുകൾ മുഖ്യമായിട്ടും ഭരിച്ചിരിക്കുന്നത്. 200-ലധികം ആൾക്കാർ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, 173-ലധികം ആൾക്കാർ ഇവിടുത്തെ ന്യൂയോർക്ക് സിറ്റിയിലുള്ള സിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്നും, അതോടൊപ്പം തന്നെ 200 അല്ലെങ്കിൽ 300-ലധികം ആൾക്കാർ പോർട്ട്ലൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അറസ്റ്റ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഇന്നലെ വരെ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. വളരെ പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് നടത്തുകയാണെന്നായിരുന്നു സ്റ്റുഡൻസ് യൂണിയൻസുകൾ ക്ലെയിം ചെയ്തിരുന്നത്. പോലീസ് വളരെ ക്ഷമയോടുകൂടി അവരെ ഡീൽ ചെയ്യുകയായിരുന്നു. അഡ്മിനിസ്ട്രേഷൻ വളരെ ക്ഷമയോടുകൂടി ഡീൽ ചെയ്യുകയായിരുന്നു. എന്നാലും ഇന്നലെ രാത്രി ആ ഒരു സ്ഥിതി മാറി. 2ാമത്തെ നിലയിലേക്ക് ഏണി വെച്ച് കയറി 200-ലധികം പോലീസ് ഫോഴ്സ്, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ ലൈബ്രറിയിലും ഹാമിൽട്ടൺ ഹാളിലും ഉണ്ടായിരുന്ന, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഹാമിൽട്ടൺ ഹാൾ വളരെ പ്രശസ്തമായ ഒരു ഇതാണ്. കാരണം അമേരിക്കയിൽ ഇതിനു മുമ്പ് 4 പ്രശസ്തമായ സ്ട്രൈക്കുകളാണ് നടന്നിരിക്കുന്നത്, സ്റ്റുഡന്റ് അജിറ്റേഷൻസ് ആണ് നടന്നിരിക്കുന്നത്. ആദ്യമായിട്ട് 1968 അത് വിയറ്റ്നാമിന് വാറിന് വേണ്ടി എഗിൻസ്റ്റ് ആയിരുന്നു. അതിനുശേഷം ഫ്രീ സ്പീച്ച് എന്നുള്ള മുദ്രാവാക്യമായിട്ട് 1970 പിന്നെ 1985 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന അപ്പാർത്തൈഡ് അതിനെതിരായിട്ടായിരുന്നു. അതിനുശേഷം കണ്ട ഏറ്റവും വലിയൊരു സ്റ്റുഡന്റ് മൂവ്മെന്റിലേക്കാണ് ഈ ഒരു മൂവ്മെന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിൽ മാത്രമല്ല ഈ ഒരു പ്രതിഭാസം സ്ലോലി ഒരു ഗ്ലോബൽ പ്രതിഭാസമായി മാറുന്നതായിട്ടാണ് കാണുന്നത്. കാനഡയിൽ നിന്നും UK-യിൽ നിന്നും അതുപോലെ തന്നെ അങ്ങനെയുള്ള പല ദേശങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ സ്ലോലി മറ്റുള്ള ഏരിയയിൽ നിന്ന്, പ്രത്യേകിച്ചും അമേരിക്കൻ ഐക്യനാടുകളിലും അതോടൊപ്പം തന്നെ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ ആ ഒരു രാജ്യങ്ങളിലേക്കും പടരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതോടൊപ്പം എനിക്ക് ഇതുകൊണ്ട് പറയേണ്ടിയിരിക്കുന്നു, അക്രമാസക്തമാണ് എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് കരുതി എല്ലാ കോളേജും അടിച്ചു നിരത്തുന്ന ഒരു സംഭവത്തിലേക്ക് വന്നിട്ടില്ല ഇതുവരെ. എന്നാൽ ഇന്നലത്തെക്കാളും കൂടുതലും അക്രമാസക്തമായി കോളേജിന്റെ പ്രോപ്പർട്ടികൾ സ്റ്റുഡൻസ് നശിപ്പിക്കാൻ തുടങ്ങി. ലൈബ്രറിയിലൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ട് ചെയറുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിയുന്ന സംവിധാനം കണ്ട് ഒറ്റപ്പെട്ട ഏരിയകളിൽ പാലസ്തീൻ അനുകൂലികളായ സ്റ്റുഡൻസും ഇസ്രായേൽ അനുകൂലികളായ സ്റ്റുഡൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയേറ്റം ചെയ്യുന്ന സ്ഥിതിഗതികൾ വരെ എത്തി. അവിടെയാണ് പോലീസ് കർശനമായിട്ട് ഇടപെട്ടത്. ഓരോ ഏരിയയിൽ പോലീസ് റബ്ബർ ബുള്ളറ്റ് ഫയർ ചെയ്ത് കുട്ടികളെ സ്റ്റുഡൻസിനെ ഡിസ്പേഴ്സ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് സജിമോൻ ആന്റണി. US-ൽ നിന്നാണ്, അവിടെ ന്യൂജേഴ്സിയിൽ നിന്നാണ് സജിമോൻ ആന്റണി വിവരങ്ങൾ പങ്കുവച്ചത്. മോർണിംഗ് ബെൽസ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ചെറിയ ഇടവേള.